സ്വാഗതം. ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള യുനെസ്കോ വരെ അംഗീകരിച്ച ഒരു ഉത്സവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും അറിയാമായിരിക്കും, പലരും കേട്ടിട്ടുമുണ്ടായിരിക്കാം. മഹാകുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മഹാ ഉത്സവമാണിത്, ഒരു മഹാസംഗമമാണിത്, മാനവികതയുടെ ഒരു ഐക്യമാണിത്. എന്താണ് ഈ ഉത്സവം? അതിനെക്കുറിച്ച് 2 വാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്രാവശ്യം ഈ മഹാകുംഭമേള നടക്കുന്നത് അലഹബാദിലെ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗംഗ യമുന സരസ്വതി സംഗമ തീരത്താണ്. അവിടെയാണ് സ്നാനം ചെയ്യുന്നത്. അപ്പം ഈ ഒരു മഹാകുംഭമേളയ്ക്ക് ഒരു ചരിത്രമുണ്ട്. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പണ്ട് ദേവന്മാർക്ക് ശക്തി ക്ഷയിച്ച ഒരു സംഭവം ഉണ്ടായി. ദേവന്മാർക്കൊന്നും ശക്തിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരെല്ലാവരും ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നു. അങ്ങനെ ചെന്ന് അവർ ബ്രഹ്മദേവനോട് ചോദിച്ചു, ഭഗവാനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ശക്തി തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃതം സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ നിങ്ങൾ എനർജറ്റിക് ആവും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നല്ല ബുദ്ധിയും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പാലാഴി കടയാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ദേവന്മാരെന്ത് ചെയ്തെന്നോ, അവർക്ക് തന്നെ പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ അമൃത് കിട്ടില്ലെന്നറിയാം. അപ്പോൾ അവർ അസുരന്മാരെ കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവരെന്ത് ചെയ്തു, അസുരന്മാരോട് പറഞ്ഞു, നിങ്ങളും കൂടെ ഞങ്ങളോട് സഹകരിച്ചാൽ പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് പകുതി നിങ്ങൾക്കും തരാം എന്ന് പറഞ്ഞു. അവരും സമ്മതിച്ചു. കാര്യം നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും, അതായത് മൃതസഞ്ജീവനി ഒരു മരുന്നല്ലേ അമൃതം എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും മരണം ഉണ്ടാകില്ലല്ലോ എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, അവരും ഈ ദേവന്മാരോട് കൈകോർത്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ തുടങ്ങി. അങ്ങനെ കടഞ്ഞ് അവസാനം അമൃത് കിട്ടി. ഈ അമൃത് നിറഞ്ഞ ഒരു കുംഭമാണ് കയ്യിൽ കിട്ടിയത്. കുംഭം മീൻസ് ഒരു കുടം. അപ്പം ഈ കുടത്തിൽ നിറയെ അമൃതാണ്. ഈ അമൃത് കയ്യിൽ കിട്ടിയപ്പോൾ ദേവന്മാരെന്ത് ചെയ്തെന്നോ, അസുരന്മാരോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇതിന് അവകാശം പറഞ്ഞ് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു. അവർ വിടുവോ? അപ്പോൾ അവരെന്ത് ചെയ്തു, പറ്റില്ല, ഇത് ഞങ്ങൾക്കും കൂടി വേണം, അങ്ങനെ ഒരു എഗ്രിമെന്റിലാണല്ലോ പാലാഴി കടഞ്ഞത് എന്ന് അസുരന്മാർ പറഞ്ഞു. വഴക്കായി, ഭയങ്കര യുദ്ധമായി ഇത്. അങ്ങനെ ഒരു വലിയ മഹായുദ്ധം നടക്കുന്ന സമയത്ത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിശിഷ്ട പക്ഷിയായ ഗരുഡൻ ഈ അമൃത കുംഭം എടുത്തുകൊണ്ട് ഒരൊറ്റ പറക്കൽ. അങ്ങനെ പറന്ന് പോകുന്ന വഴി അമൃതകുംഭം നിറഞ്ഞ അമൃതാണ്. അമൃത് തുള്ളിയായി വീണത്രേ. അങ്ങനെ 4 സ്ഥലത്താണ് ഈ അമൃതിൻ്റെ തുള്ളികൾ വീണത്. ഒന്ന് ഹരിദ്വാറിലെ ഗംഗാതീരത്ത്, രണ്ടാമത് അലഹബാദിലെ പ്രയാഗ്രാജില് ഗംഗ യമുന സരസ്വതി സംഗമ തീരത്ത്, മൂന്നാമത്തേത് നാസിക്കില് ഗോദാവരി തീരത്ത്, 4മത്തേത് ഉജ്ജയിനിലെ ക്ഷിപ്ര തീരത്ത്. ക്ഷിപ്ര എന്ന് പറഞ്ഞൊരു നദിയാണ്. അപ്പം നദിയുടെ തീരത്ത്. അപ്പം ഈ 4 നദികളിലായിട്ടാണ് ഈ അമൃത് തുള്ളികൾ വീണത്. അപ്പം ഈ 4 നദികളിൽ ഭക്തന്മാർ, വിശ്വാസികൾ മുങ്ങിക്കുളിച്ചാൽ, ഈ കുംഭമേള നടക്കുന്ന സമയത്ത് മുങ്ങിക്കുളിച്ചാൽ അവർക്ക് അവരുടെ മരണാനന്തരം മോക്ഷം കിട്ടും. പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിൽ നിന്നൊക്കെ മോചനം നേടി അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിൻ്റെ പുറത്താണ് ഈ കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു വർഷമാണ്. അപ്പം ദേവന്മാർ അങ്ങനെ വരുമ്പോൾ 12 വർഷത്തിലൊരിക്കലാണ്, നമ്മുടെ 12 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു ഉത്സവം വരുന്നത്. ആ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഉത്സവത്തിനെയാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല കുംഭമേളകളും. അപ്പോൾ ആ കുംഭമേള എന്ന് വെച്ചാൽ പ്രധാന കുംഭമേള എന്ന് പറഞ്ഞ് വേറൊരു കുംഭമേളയുണ്ട്. അപ്പം 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് പ്രധാന കുംഭമേള. അപ്പോൾ അർദ്ധ കുംഭമേള എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഈ 6 വർഷത്തിലൊരിക്കൽ ഒന്ന് ഹരിദ്വാറിലും അലഹബാദിലുമാണ് നടക്കുന്നത്.
പിന്നീട് ഈ മഹാകുംഭമേള. അപ്പം ഇത്തവണ ഈ മഹാകുംഭമേളയാണ് നടക്കുന്നത്. കാരണം 2013 ഇതിനു മുൻപ് മഹാകുംഭമേള നടന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കോളൂ, 12 വർഷം കഴിഞ്ഞു 2025 അലഹബാദിൽ പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്നത്. ഇപ്പം ജാനുവരി 13 മുതൽ, അതായത് മകരസംക്രാന്തി ദിവസം മുതൽ ഫെബ്രുവരി 26 വരെ, ശിവരാത്രി, മഹാശിവരാത്രി വരെയാണ് ഈ കുംഭമേള ഉത്സവം അരങ്ങേറുന്നത്. വളരെ വിശേഷപ്പെട്ട ഉത്സവമാണ്. വിദേശത്തു നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സന്യാസിമാർ വരുന്നുണ്ട്, ഒരുപാട് വിദേശികൾ നമ്മുടെ ആത്മീയതയെ തൊട്ടുണർത്താൻ വേണ്ടി വരുന്നുണ്ട്, നമ്മളെ ഇന്ത്യയെ അറിയാൻ വേണ്ടി വരുന്നവർ ഒരുപാട് പേര്, ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പ്രയാഗ്രാജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ അതിനെ ഇപ്പം വലിയൊരു ടൗൺഷിപ്പ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു ഉത്സവം പ്രമാണിച്ച്. അപ്പം അവിടെ AI വരെ സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. എങ്ങനെ വേണമെങ്കിലും, എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും AI വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി തന്നെ എന്തും ബുക്ക് ചെയ്യാനും ഒക്കെ ഇപ്രാവശ്യം സജ്ജീകരണങ്ങളാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ബുക്കിങ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു 45 കോടി ജനങ്ങൾ ഇത്തവണ എത്തുമെന്നാണ് കണക്ക്. അപ്പം ഇതൊരു വളരെ വിശേഷപ്പെട്ട ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു ഉത്സവമാണ്. പണ്ട് ഈ കുംഭമേളയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണ് ചുമ്മാ ഇതുപോലെ വന്ന് ഒരുപാട് സന്യാസിമാർ വന്ന്, അതും ഡ്രസ്സൊന്നും ഇടാതെ വന്നിട്ട് വെള്ളത്തിൽ മുങ്ങി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പുണ്യം കിട്ടുമെന്ന് പറയുന്നതിനകത്ത് കഥ എന്ത്? പക്ഷെ അന്നൊന്നും എനിക്ക് ഈ കഥ അറിയില്ലായിരുന്നു. ഇപ്പം ഇതാണ് ഈ ഒരു ചരിത്രമാണ്, ഇതിൻ്റെ ഒരു ഐതിഹ്യമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പം ഇന്ത്യക്ക് ഒരുപാട് വിശിഷ്ട സംസ്കാരങ്ങളുണ്ട് അല്ലേ? അത് ഏത് മതത്തിലാണെങ്കിലും ഉണ്ട്. അപ്പം ഇത് നമുക്ക് വളരെ ക്യൂരിയോസിറ്റി തരുന്ന ഒരു ഉത്സവം തന്നെയാണ്. ഹിമാലയ സാനുക്കളിൽ നിന്നൊക്കെ ഒരുപാട് സന്യാസിമാർ വരും. ഒരുപാട് ദിവ്യ തേജസ്സുള്ള സന്യാസിമാർ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുമത്രേ. എന്നിട്ട് അവർ അതിന് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും, ഒരുപാട് മന്ത്രങ്ങളൊക്കെ ജപിക്കും. എന്നിട്ട് ഈ പുണ്യനദികളിൽ സ്നാനം ചെയ്യുമ്പം മോക്ഷം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സന്യാസിമാർ തന്നെയല്ല, ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നു. ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഇത്തവണ എത്തിയിരിക്കുന്നത്. അത്രയും 55 കോടിയോളം ജനങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. ഒരുപാട് പേര് എത്തിയിരിക്കുന്നു. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. കുംഭമേളയെ അടുത്തറിയാനായിട്ട്, അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാനായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണണം, വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമസ്കാരം, ബൈ.